വലിയ പ്രശ്നമായിരിക്കും. ഈ മാസം നിങ്ങൾക്ക് സാലറി കിട്ടും, കുറെ നിങ്ങൾ സ്പെൻഡ് ചെയ്യും, കുറെ EMI എടുക്കും, അടുത്ത ഒരു 10 ദിവസം ആകുമ്പോഴത്തേക്ക് ആ സാലറി തീരും, പിന്നെ ബാക്കിയുള്ള 20 ദിവസം കൊണ്ട് കുറെ പേരുടെ നിന്ന് കുറെ കടം മേടിക്കും. അടുത്ത മാസത്തെ സാലറി വരുമ്പോഴത്തേക്കും ഈ കടം വീട്ടി കഴിയുമ്പോഴത്തേക്കും ഒന്നും ബാക്കിയുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഒരു ഇത്ര എമൗണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ എത്ര അഡീഷണൽ ഇൻകം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും പാസീവായിട്ട്. ഈ പറഞ്ഞ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എല്ലാം കടം വീട്ടി പോയാലോ, നിങ്ങളുടെ EMI അടച്ച് തീർന്നാൽ പോലും നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് വെറുതെ സ്പെൻഡ് ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ് ചെയ്യാനോ, നിങ്ങളുടെ ഒരു വെൽത്ത് ജനറേഷൻ ആയിട്ടോ സേവിങ്സിനായിട്ടോ, ഓക്കെ, നിങ്ങളുടെ ഇതിൽ പറഞ്ഞ വെറുതെ ഒരു FD ആയിട്ട് പോലും, നിങ്ങൾക്ക് ഒരു ബാക്കപ്പ് ഫണ്ടായിട്ട് ഇടാൻ പോലും അത്രയും എമൗണ്ട്സ് നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങൾ സിമ്പിൾ ആയിട്ട് നോക്കിയാൽ ഈ ഒരു ഒറ്റ സ്റ്റോക്കിൽ ഒരു മാസം കൊണ്ട് കിട്ടിയ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു അപ്മൂവ് ആണ് കിട്ടുന്നത്. കാരണം 1 ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എത്ര % ആയിരിക്കും കിട്ടുന്നത്? 1 ലക്ഷം രൂപയുടെ ഒരു 10% നിങ്ങൾക്ക് ഒരു മാസം കിട്ടിയാൽ തന്നെ എത്രയും 10,000 രൂപയായി. ഇത് മാത്രമായി നിങ്ങൾക്ക് ഒരു കുറെ ലിവിംഗ് എക്സ്പെൻസ് നടക്കും. അല്ലെങ്കിൽ ഒരു 5 ലക്ഷം രൂപ നിങ്ങൾ FD ഇടുന്ന ഈ പൈസ മതി, ഒരു 50,000 രൂപ നിങ്ങൾക്ക് കിട്ടിയാൽ പലരുടെയും സാലറിയെക്കാളും ഉള്ളായിരിക്കും ഈ കിട്ടുന്ന പാസീവ് ഇൻകം. അപ്പൊ ആക്റ്റീവ് ഇൻകം ഏതാ, പാസീവ് ഇൻകം ഏതാ? നിങ്ങളുടെ പൈസ, നിങ്ങളുടെ ക്യാഷ് നിങ്ങൾ വൈസായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, സാലറി നിങ്ങൾക്ക് ആവശ്യങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും, EMIs ഉണ്ട്, ഇതൊക്കെ ഉണ്ടാവും. ഇതിനെല്ലാം നിങ്ങൾ ചിലവായി പോകുന്നുണ്ടാവും. പക്ഷേ എപ്പോഴും അഡീഷണൽ സോഴ്സസ് ഓഫ് ഇൻകം നിങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഒരു റിസ്ക്കും ഇല്ലാതെ കറക്റ്റ് ആയിട്ടുള്ള റിസ്ക് മാനേജ്മെന്റിൽ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നല്ലൊരു എമൗണ്ട് ഓഫ് പാസീവ് ഇൻകം പെർ മന്ത് ഉണ്ടാക്കാൻ.